വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് മോള് വീണിരിക്കുന്നു. അതിന് ഇപ്പോൾ സംശയം അവർ തള്ളിയിട്ടു എന്നുള്ളതാണ് സംശയം. ഇവര് ഈ മൊബൈൽ ഫോൺ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞിട്ട് ഡെയിലി ഇവളെ കൊണ്ടുപോയിട്ട് ബാഗ് പരിശോധിക്കുന്നു, വസ്ത്രാക്ഷേപം ചെയ്ത് മൊബൈൽ ഇരിക്കുന്നതെന്നൊക്കെ നോക്കുന്നു. അപ്പോൾ ഇതൊന്നും ഇവള് യഥാർത്ഥത്തിൽ നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ല. മാർത്താണ്ഡത്തെ സ്വകാര്യ നഴ്സിംഗ് കോളേജ് കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യാ ശ്രമം നടത്തിയ വിദ്യാർത്ഥിനി മരണപ്പെട്ടു. നെയ്യാറ്റിൻകര കത്തിപ്പാറ സ്വദേശിനി അൻസിജിയാണ് മരിച്ചത്. 3ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായിരുന്നു അൻസിജി. കോളേജിലെ അധ്യാപകരിൽ നിന്നുള്ള മാനസിക പീഡനമാണ് ആത്മഹത്യാ ശ്രമത്തിന് പിന്നിലെന്ന കുടുംബം ആരോപണം ഉന്നയിക്കുന്നുണ്ട്. എൻ്റെ മോള് കരിങ്കൽ ബദ്ലൈം കോളേജിൽ BSc നഴ്സിംഗ് 3ാം വർഷം പഠിക്കുകയായിരുന്നു. അപ്പോൾ ഇതിനു മുമ്പ് 1 വർഷത്തിന് മുമ്പേ ഫുഡിൻ്റെ പ്രോബ്ലത്തിൽ 3 കുട്ടികൾ ഫുഡ് കഴിച്ച് തലകറങ്ങി വീഴുകയും അതിൻ്റെ പരമായിട്ട് അവിടെ ഒരു പ്രകടനം അതിനെതിരായിട്ട് ഒരു പ്രകടനം വയ്ക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് മോൾ അതിൽ പങ്കെടുത്തു എന്ന കുറ്റത്തിൽ അവളെ കോളേജിൽ നിന്ന് പുറത്താക്കുകയുണ്ടായി. 10-15 ദിവസം പുറത്ത് നിന്നിട്ടാണ് വീണ്ടും അവർ കോളേജിലേക്ക് കയറ്റിയത്. 50,000 രൂപ ഫൈൻ അടച്ചാണ് വീണ്ടും കോളേജിലേക്ക് കയറിയത്. അത് കഴിഞ്ഞിട്ട് എന്ത് പ്രശ്നം ഉണ്ടായെന്നറിയില്ല. ഇപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് മോൾ വീണിരിക്കുന്നു. അതിന് ഇപ്പോൾ സംശയം അവർ തള്ളിയിട്ടു എന്നുള്ളതാണ് സംശയം. എന്നാൽ അവർ വിളിച്ചറിയിച്ചത് 2 മണിക്കൂറിന് ശേഷമാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ചറിയിച്ചത്. നമ്മൾ പോയ സമയത്ത് ഹോസ്പിറ്റലിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അധ്യാപകരെ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാറില്ല. എന്താണ് സത്യം എന്നറിയാൻ പാടില്ല. അപ്പോൾ ഇതിന് ശക്തമായ നടപടി എടുക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. കന്യാകുമാരി ജില്ലയിലെ കരിങ്കലിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ നഴ്സിംഗ് കോളേജ് കെട്ടിടത്തിന്റെ മുകളിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥിനി ചാടിയത്. കോളേജ് പ്രിൻസിപ്പലിനും മാനേജ്മെന്റിനുമെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് രക്ഷിതാക്കൾ കരിങ്കൽ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. മൊബൈൽ ഫോൺ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞിട്ട് ഇവർ വേറൊരു പ്രശ്നം വീണ്ടും ഉണ്ടാക്കി. പക്ഷേ യഥാർത്ഥത്തിൽ അവൾ മൊബൈൽ ഫോൺ കൊണ്ടുപോകാറില്ല. അപ്പോൾ ഈ ഒരു പ്രശ്നം വന്നതിന് ശേഷം തന്നെ നമ്മൾ ഒരു കാരണവശാലും മൊബൈൽ ഫോൺ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവളെ അനുവദിക്കില്ല. പക്ഷേ ഇവർ ഈ മൊബൈൽ ഫോൺ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞിട്ട് ഡെയിലി ഇവളെ കൊണ്ടുപോയിട്ട് ഇത് ബാഗ് പരിശോധിക്കുന്നു, വസ്ത്രാക്ഷേപം ചെയ്ത് മൊബൈൽ ഇരിക്കുന്നതെന്നൊക്കെ നോക്കുന്നു. അപ്പോൾ ഇതൊന്നും ഇവള് യഥാർത്ഥത്തിൽ നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ല. വ്യാഴാഴ്ച ഇവളെ വിളിച്ചിട്ട് ഇതേമാതിരി ഇവർ കൊണ്ടുപോയി എന്തൊക്കെ ചോദ്യം ചെയ്ത് ഇവള് കരഞ്ഞു കൊണ്ട് വന്നു എന്ന് പറഞ്ഞു. അതേ പ്രവൃത്തി തന്നെയാണ് ഇവർ വെള്ളിയാഴ്ച ദിവസവും ഈ എന്തോ പോസ്റ്റിംഗ് എന്തോ ഉള്ള ദിവസമാണ് അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് അത് 4ാമത്തെ നിലയിൽ എന്തോ ഇവർ നിന്ന സമയത്താണ് വിളിച്ചുകൊണ്ട് പോയപ്പോൾ കൂടെയുള്ള കുട്ടി പിറകെ പോയി ആ കുട്ടിയെ വിരട്ടി വിട്ടു. പിന്നെ ഇതിനകത്ത് എന്താണ് സംഭവിച്ചത് എന്ന് അറിയാൻ പാടില്ല. ഇപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള അറിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തള്ളിയിട്ടു എന്ന് തന്നെയാണ് പറയുന്നത്. വിസ്മയ ന്യൂസ്, നെയ്യാറ്റിൻകര.